വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. ദുബായിൽ ശരിക്കും ഒരു ഭീമൻ ചന്ദ്രനെ പണിയാൻ പോകുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ വൈറലായ ചിത്രങ്ങളിൽ ദുബായ് നഗരത്തിന് മുകളിൽ ഒരു കൂറ്റൻ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു. ചില റിപ്പോർട്ടുകൾ ഇത് 2027 തന്നെ തുറക്കുമെന്ന് പറഞ്ഞു. ചിലരിത് $5 ബില്യൺ പദ്ധതിയെന്നും പറഞ്ഞു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ നിർമ്മാണം ആരംഭിച്ചതായി കാണുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മൂൺ ദുബായ് പദ്ധതി എന്താണ്? ഇത് ശരിക്കും നിർമ്മിക്കാൻ പോകുന്ന ഒരു മെഗാ പ്രോജക്റ്റാണോ, അതോ വർഷങ്ങളായി വൈറലാകുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമാണോ? 2026 പുതിയ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഈ കഥയ്ക്ക് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമുക്കതിന്റെ മുഴുവൻ കഥയും പരിശോധിക്കാം. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, മൂൺ എന്നത് ഒരു സാധാരണ ചന്ദ്രന്റെ ആകൃതിയിലുള്ള ഹോട്ടൽ അല്ല. മൂൺ വേൾഡ് റിസോർട്ട്സ് എന്ന കാനഡ ആസ്ഥാനമായുള്ള കമ്പനിയാണ് ഈ ആശയത്തിന് പിന്നിൽ. അവരുടെ പുതിയ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഭൂമിയിൽ തന്നെ ചന്ദ്രന്റെ അനുഭവം പുനർസൃഷ്ടിക്കുന്ന ഒരു വലിയ ടൂറിസം ഡെസ്റ്റിനേഷനാണ് ലക്ഷ്യം. ഇതിന്റെ കേന്ദ്രത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ട്രൂസ്ഫിയർ എന്ന് കമ്പനി വിശേഷിപ്പിക്കുന്ന ഒരു ഭീമൻ ഗോളാകൃതിയിലുള്ള കെട്ടിടമുണ്ടാകും. പുതിയ ഡിസൈൻ അനുസരിച്ച് ഇതിന് ഏകദേശം 271 മീറ്റർ വ്യാസവും ഭൂമിയിൽ നിന്ന് 312 മീറ്റർ ഉയരവുമുണ്ടായിരിക്കും. അതായത് ഇത് പഴയതായി പ്രചരിച്ച 220 മീറ്റർ ഉയരമുള്ള മൂൺ ദുബായ് കോൺസെപ്റ്റിനേക്കാൾ വളരെ വ്യത്യസ്തമായ പുതിയ രൂപകൽപ്പനയാണ്. ഈ മുഴുവൻ പദ്ധതിയുടെ കണക്കാക്കിയ നിക്ഷേപം ഏകദേശം $5 ബില്യൺ ആണ്. അതായത് ഏകദേശം 18.5 ബില്യൺ ദിർഹം. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. ഇതൊരു ഹോട്ടൽ മാത്രമായിരിക്കില്ല. മൂൺ വേൾഡ് റിസോർട്ട്സ് ഇതിനെ ഒരു വലിയ ഇന്റഗ്രേറ്റഡ് ടൂറിസം ഡെവലപ്മെന്റ് ആയാണ് അവതരിപ്പിക്കുന്നത്. ഏകദേശം 500 ഏക്കർ, അതായത് 2 മില്യൺ സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള മാസ്റ്റർ പ്ലാനാണ് പുതിയ കോൺസെപ്റ്റിൽ കാണുന്നത്. അതിന്റെ മധ്യത്തിലായിരിക്കും ആ ഭീമൻ മൂൺ സ്ഫിയർ. അതിനുള്ളിൽ 4000 മുറികളുള്ള ഒരു 5 സ്റ്റാർ ഓൾ സ്വീറ്റ് ഹോട്ടൽ ഉണ്ടാകും. എന്നാൽ ഈ പദ്ധതിയുടെ യഥാർത്ഥ ആകർഷണം ഹോട്ടൽ മുറികളല്ല. അതാണ് ലൂണാർ സർഫസ്, ലൂണാർ ബേസ് എന്നിവ. അതായത് യഥാർത്ഥ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടക്കുന്നതുപോലെയുള്ള ഒരു അനുഭവം ഭൂമിയിൽ തന്നെ ഒരുക്കുക എന്നതാണ് ലക്ഷ്യം. സന്ദർശകർക്ക് ചന്ദ്രന്റെ സർഫേസ് പോലെ രൂപകൽപ്പന ചെയ്ത പ്രദേശങ്ങളിലൂടെ നടക്കാനും ലൂണാർ ബേസ് എക്സ്പീരിയൻസ് നേടാനും സ്പേസ് ടൂറിസമിനോട് അടുത്തു നിൽക്കുന്ന അനുഭവങ്ങൾ നേടാനും സാധിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഈ ലൂണാർ എക്സ്പീരിയൻസിന് മാത്രം വർഷത്തിൽ ഏകദേശം 2 മില്യൺ സന്ദർശകരെ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് പദ്ധതിയിൽ പറയുന്നത്. എന്നാൽ മൂണിന്റെ ലക്ഷ്യം ഇതിലും വലുതാണ്. മുഴുവൻ ഡെസ്റ്റിനേഷനും വർഷത്തിൽ ഏകദേശം 10 മില്യൺ ഗെസ്റ്റ്സ് വരെ എത്തിക്കാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത്. അതായത് ഒരു വർഷം 1 കോടി ആളുകൾക്ക് വരെ ഈ ഫ്യൂച്ചറിസ്റ്റിക് ഡെസ്റ്റിനേഷൻ സന്ദർശിക്കാൻ കഴിയുമെന്നാണ് അവരുടെ വിഷൻ. ഹോട്ടലുകൾക്കും ലൂണാർ എക്സ്പീരിയൻസിനും പുറമെ കൺവെൻഷൻ ആൻഡ് ഇവന്റ് സെന്റേഴ്സ്, റെസ്റ്റോറന്റ്സ്, വെൽനസ് ആൻഡ് ലോഞ്ചിവിറ്റി ഫെസിലിറ്റീസ്, എന്റർടൈൻമെന്റ് സ്പേസസ്, ബിസിനസ് സെന്റേഴ്സ്, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, സ്പോർട്സ് സെന്റർ, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് തുടങ്ങിയവയും മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണ്. അതായത് ഒരു കെട്ടിടം എന്നതിലുപരി ഒരു ചെറിയ ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി പോലെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ടൂറിസം ഇക്കോസിസ്റ്റമാണ് മൂൺ. പക്ഷേ ഈ ആശയം പെട്ടെന്നുണ്ടായതല്ല. ഇതിന് പിന്നിൽ മൈക്കൽ ആർ ഹെൻഡേഴ്സൺ എന്ന സംരംഭകനുണ്ട്. മൂൺ വേൾഡ് റിസോർട്ട്സിന്റെ കോ-ഫൗണ്ടറായ അദ്ദേഹം വർഷങ്ങളായി മൂൺ കോൺസെപ്റ്റ് വികസിപ്പിച്ചു വരികയാണ്. 2000 ഒരു പൗർണമി രാത്രിയിൽ ഈ ആശയം തന്റെ മനസ്സിൽ വന്നതായാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് സാൻഡ്ര ജി മാത്യൂസിനൊപ്പം മൂൺ വേൾഡ് റിസോർട്ട്സ് രൂപീകരിക്കുകയും ഈ ആശയം ഒരു വലിയ ബിസിനസ് കോൺസെപ്റ്റായി വികസിപ്പിക്കുകയും ചെയ്തു. അവരുടെ പ്രധാന ആശയം വളരെ ലളിതമായിരുന്നു. മനുഷ്യർക്ക് യഥാർത്ഥ ചന്ദ്രനിൽ പോകാൻ കഴിയുന്നത് വളരെ പരിമിതമായിരിക്കുമ്പോൾ ഭൂമിയിൽ തന്നെ ചന്ദ്രന്റെ അനുഭവം സാധാരണ ആളുകൾക്ക് നൽകാൻ കഴിയുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് മൂൺ പ്രോജക്റ്റ് രൂപപ്പെട്ടത്. ആദ്യം ഈ പദ്ധതി ലാസ് വേഗസ് പോലുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യപ്പെട്ടത്. പിന്നീട് ദുബായിലേക്ക് ഈ ആശയം മാറിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമുണ്ടായി. ദുബായിയുടെ ഫ്യൂച്ചറിസ്റ്റിക് ഇമേജ് തന്നെയായിരുന്നു ഇതിന് ഏറ്റവും വലിയ പബ്ലിസിറ്റി നൽകിയത്. ബുർജ് ഖലീഫ, പാം ജുമേറ,
മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ പോലുള്ള മെഗാ പ്രോജക്ട്സ് കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ നഗരത്തിൽ ഒരു ഭീമൻ മൂൺ കൂടി വന്നാൽ അതിശയിക്കാനില്ലെന്ന് പലരും കരുതി. അങ്ങനെ മൂൺ ദുബായ് എന്ന പേര് തന്നെ പ്രോജക്റ്റിന്റെ ഒഫീഷ്യൽ ഐഡന്റിറ്റി പോലെയായി മാറി. എന്നാൽ ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. മൂൺ ദുബായ് എന്ന പേര് സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തമായിരുന്നെങ്കിലും ദുബായ് ലൊക്കേഷൻ ഒഫീഷ്യലി കൺഫേംഡ് ആയിരുന്നില്ല. 2026-ൽ മൂൺ വേൾഡ് റിസോർട്ട്സ് തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ഇത്തരമൊരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് സപ്പോർട്ടും വലിയ ഡെവലപ്മെന്റ് പാർട്ട്ണറും ആവശ്യമാണെന്ന്. അതിലും വലിയൊരു ട്വിസ്റ്റ് 2026 ജൂലൈയിൽ പുറത്തുവന്നു. UAEയിൽ മൂൺ പ്രോജക്റ്റ് വരാനുള്ള സാധ്യതയെക്കുറിച്ച് ഫൗണ്ടേഴ്സ് സംസാരിച്ചപ്പോൾ ആവശ്യമായ ഏകദേശം 556 ഏക്കർ ഭൂമി പരിഗണിക്കുമ്പോൾ അബുദാബി ആയിരിക്കാം UAEയിലെ ഏറ്റവും അനുയോജ്യമായ ലൊക്കേഷൻ എന്നാണ് അവർ പറഞ്ഞത്. അതായത് വർഷങ്ങളായി നമ്മൾ മൂൺ ദുബായ് എന്ന് വിളിച്ചിരുന്ന പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ ദുബായിൽ തന്നെയാകും നിർമ്മിക്കുക എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഇതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ മാറ്റം. ദുബായിൽ മൂൺ വരുന്നു എന്നായിരുന്നു വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലെ ഹെഡ്ലൈൻ. എന്നാൽ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം UAEയിൽ മൂൺ പ്രോജക്റ്റ് കൊണ്ടുവരാനുള്ള താൽപ്പര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ലൊക്കേഷൻ സർക്കാർ പിന്തുണയും ഡെവലപ്മെന്റ് പാർട്ട്ണറും അനുസരിച്ചായിരിക്കും തീരുമാനിക്കുക എന്നതാണ്. അതിനാൽ ദുബായ് ലൊക്കേഷൻ കൺഫേംഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ശരിയല്ല. ഇനി ചോദ്യം, ഇത്രയും വലിയ പ്രോജക്റ്റ് എന്തുകൊണ്ടാണ് ഇതുവരെ നിർമ്മാണത്തിലേക്ക് കടക്കാത്തത്? കാരണം ഇതൊരു സാധാരണ ഹോട്ടൽ പ്രോജക്റ്റ് അല്ല. ഏകദേശം 500 ഏക്കേഴ്സ് വരുന്ന ഒരു വലിയ മാസ്റ്റർ പ്ലാൻ, ഒരു മെഗാ ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ്, വലിയ ലാൻഡ് പാർസൽ, ഫൈനാൻസിംഗ്, ഡെവലപ്മെന്റ് പാർട്ട്ണർ എന്നിവ നിർണായകമാണ്. ഇനി ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും രസകരമായ ഭാഗങ്ങളിലൊന്ന് നോക്കാം. ലാസ് വേഗസിലെ MSG സ്ഫിയർ. 2020കളിൽ ലാസ് വേഗസിൽ 157 മീറ്ററോളം ഉയരമുള്ള ഭീമൻ സ്ഫിയർ നിർമ്മിക്കപ്പെട്ടപ്പോൾ ലോകം അതിന്റെ വിഷ്വൽസ് കണ്ട് ഞെട്ടി. പുറത്തുള്ള ജയന്റ് LED ഡിസ്പ്ലേകൾ കൊണ്ട് മുഴുവൻ കെട്ടിടവും ഒരു സ്ക്രീൻ പോലെ മാറുകയായിരുന്നു. മൂൺ വേൾഡ് റിസോർട്ട്സിന്റെ പുതിയ മൂൺ കോൺസെപ്റ്റ് അതിനേക്കാൾ വലിയ ഒരു ട്രൂ സ്ഫിയർ ആയിരിക്കും എന്നാണ് അവകാശപ്പെടുന്നത്. 312 മീറ്റർ ഉയരമുള്ള മൂൺ സ്ഫിയർ ലാസ് വേഗസ് സ്ഫിയറിന്റെ ഏകദേശം ഇരട്ടി ഉയരമുള്ള സ്ട്രക്ചർ ആയിരിക്കും. പക്ഷേ മൂണിന്റെ ലക്ഷ്യം സ്ഫിയറിനേക്കാൾ വലിയ ഒരു സ്ക്രീൻ നിർമ്മിക്കുക എന്നതല്ല. അതിനുള്ളിൽ തന്നെ ഒരു വലിയ ലൂണാർ വേൾഡ് സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. നിങ്ങളൊരു ഹോട്ടൽ ഗസ്റ്റ് ആണെന്ന് കരുതുക. പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി. അകത്തു പോയാൽ ചന്ദ്രന്റെ ഉപരിതലം പോലെ രൂപകൽപ്പന ചെയ്ത ലൂണാർ സർഫസ്. അതിനടുത്തായി ലൂണാർ ബേസ്, അതായത് ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു സ്പേസ് ടൂറിസം എക്സ്പീരിയൻസ് നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന സെല്ലിംഗ് പോയിന്റ്. ഇതുകൊണ്ട് തന്നെ മൂൺ വേൾഡ് റിസോർട്ട്സ് ഇതിനെ ബ്രിഡ്ജ് ടു സ്പേസ് ടൂറിസം എന്ന ആശയവുമായി ബന്ധിപ്പിക്കുന്നു. ഇനി മറ്റൊരു കൗതുകകരമായ അവകാശവാദം. ലൂണാർ എക്സ്പീരിയൻസിന് ഏകദേശം $500 വരെ ടിക്കറ്റ് പ്രൈസ് ഉണ്ടാകാമെന്നാണ് മുമ്പ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. യഥാർത്ഥ ചന്ദ്രനിലേക്ക് പോകാൻ സാധാരണ മനുഷ്യന് കഴിയാത്ത സാഹചര്യത്തിൽ $500 ഭൂമിയിൽ തന്നെ ലൂണാർ എക്സ്പീരിയൻസ് ലഭിക്കുക എന്നതാണ് ഇതിന്റെ മാർക്കറ്റിംഗ് ഐഡിയ. എന്നാൽ ഈ വില അന്തിമമായി പ്രഖ്യാപിച്ച ടിക്കറ്റ് പ്രൈസായി കാണാൻ പാടില്ല. പ്രോജക്റ്റ് ഇപ്പോഴും പ്രപ്പോസൽ ഡെവലപ്മെന്റ് ഘട്ടത്തിലാണ്. അതുകൊണ്ട് യഥാർത്ഥ പ്രൈസിംഗ് ഭാവിയിൽ മാറാൻ സാധ്യതയുണ്ട്. വർഷങ്ങളായി 2027 ഓപ്പണിംഗ് ഡേറ്റ് എന്നത് മൂൺ ദുബായിയെക്കുറിച്ചുള്ള പല വാർത്തകളിലും പ്രചരിച്ചിരുന്നു. എന്നാൽ അതിപ്പോൾ പഴയ പ്രെഡിക്ഷൻ മാത്രമാണ്. 2022 റിപ്പോർട്ടുകളിൽ കൺസ്ട്രക്ഷൻ ആരംഭിച്ചാൽ 2026 മുതൽ 27 വരെ കാലയളവിൽ പൂർത്തിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ യഥാർത്ഥ കൺസ്ട്രക്ഷൻ ആരംഭിക്കാത്തതിനാൽ ആ ടൈം ലൈൻ യാഥാർത്ഥ്യമായില്ല. 2026 പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ പറയുന്ന ടൈം ലൈൻ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. മൂൺ വേൾഡ് റിസോർട്ട്സ് ഏകദേശം 60 മാസത്തെ ബിൽഡ് ഔട്ടാണ് കണക്കാക്കുന്നത്. ആദ്യ പ്രോജക്റ്റിന് 2032 ഒരു പൊട്ടൻഷ്യൽ ഓപ്പണിംഗ് ഇയറായി അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്നു മുതൽ നോക്കുമ്പോൾ ഇത് ഉടൻ തുറക്കാൻ പോകുന്ന ഒരു ഹോട്ടലല്ല, ഇപ്പോഴും വലിയൊരു ഡെവലപ്മെന്റ് പ്രപ്പോസലാണ്. അതുകൊണ്ട് വർഷങ്ങളായി നമ്മൾ കണ്ട് ദുബായ് മൂൺ ഈസ് കമ്മിങ് എന്ന ഹെഡ്ലൈൻസിനേക്കാൾ ഇപ്പോഴത്തെ കഥ കുറച്ച് വ്യത്യസ്തമാണ്.
മൂൺ പ്രോജക്റ്റ് മരിച്ചുപോയിട്ടില്ല. മറിച്ച് 2026-ൽ കൂടുതൽ വിശദമായ പുതിയ മാസ്റ്റർ പ്ലാനുമായി അത് വീണ്ടും മുന്നിലെത്തിയിരിക്കുകയാണ്. പക്ഷേ അതേസമയം നിർമ്മാണം തുടങ്ങിയിട്ടില്ല എന്ന യാഥാർത്ഥ്യവും നമ്മൾ മറക്കരുത്. ഒരുപക്ഷെ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഒരു ദിവസം അബുദാബിയിലോ മറ്റൊരു UAE ലൊക്കേഷനിലോ ആ ഭീമൻ മൂൺ യാഥാർത്ഥ്യമായി ഉയർന്നുവരാം. അല്ലെങ്കിൽ ലോകത്തിലെ പല മെഗാ പ്രോജക്ട്സ് പോലെ ഇത് റെൻഡറിങ്സിലും കോൺസെപ്റ്റ് ഇമേജസിലും മാത്രം ഒതുങ്ങിയേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണാൻ ഇനി ആകാശത്തേക്ക് മാത്രം നോക്കേണ്ടി വരില്ല എന്നൊരു സ്വപ്നമാണ് മൂൺ വേൾഡ് റിസോർട്ട്സ് ലോകത്തിനു മുന്നിൽ വച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും വലിയ ചോദ്യം, ഇതൊരു ദുബായ് പ്രോജക്റ്റ് മാത്രമാണോ? ഇല്ല. പുതിയ മാസ്റ്റർ പ്ലാൻ പ്രകാരം മൂൺ വേൾഡ് റിസോർട്ട്സ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 10 മൂൺ പ്രോജക്ട്സ് ലക്ഷ്യമിടുകയാണ്. ഓസ്ട്രേലിയ, ബ്രസീൽ, ചൈന, ഈജിപ്റ്റ്, ഇന്ത്യ, പോളണ്ട്, സ്പെയിൻ, തായ്ലാൻഡ്, UAE, USA എന്നിവയാണ് അവരുടെ ടാർഗറ്റ് ലൊക്കേഷൻസായി പറയുന്നത്. അതായത് UAE-ൽ ഒരു മൂൺ പ്രോജക്റ്റ് വിജയിച്ചാൽ അതേ കോൺസെപ്റ്റ് മറ്റു രാജ്യങ്ങളിലും കൊണ്ടുവരാനാണ് അവരുടെ പദ്ധതി. ഓരോ പ്രോജക്റ്റിനും ഏകദേശം 10 മില്യൺ ആനുവൽ ഗസ്റ്റ്സ് വരെ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് കോൺസെപ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ 312 മീറ്റർ ഉയരമുള്ള ഈ ഭീമൻ മൂൺ യാഥാർത്ഥ്യമായാൽ അത് UAE-യുടെ അടുത്ത വലിയ ആർക്കിടെക്ചറൽ ഐക്കോൺ ആകുമോ? അതോ മറ്റൊരു വലിയ കോൺസെപ്റ്റായി മാത്രം അവശേഷിക്കുമോ? കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള ലോകത്തിലെ വമ്പൻ പദ്ധതികളുടെ യഥാർത്ഥ കഥകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.